ഞാൻ നിങ്ങളെ ആദ്യത്തിൽ കേൾപ്പിച്ചത് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിന്റെ ചില വരികളാണ്. മഹാന്മാരായ അസ്ഹാബുൽ ബദർ, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് മഹാനവറുകൾ ചൊല്ലിയ ചില പദ്യങ്ങളാണ്. അവരുടെ പേരുച്ചരിച്ച് ബർക്കത്തെടുത്തതിന് ശേഷം യാ ഇന്നനാ ഫീ ഹൈറതി, ഓ ബദരീങ്ങളെ, ഞങ്ങൾ വലിയ ബേജാറിലാണ്, വിഷമത്തിലാണ്. മിമ്മാ ജനൈനാ മിൻ ജുമൂമി ജരീറതി, ഞങ്ങൾ നിന്ന് വന്നുപോയ തെറ്റാൽ ഞങ്ങൾ വലിയ ബേജാറിലാണ്. ലസ്നാ നറാ അഹദൻ യജീഉ ബിനുസ്റതി ഫസ്തഗ്ഫിറൂ ലിദുനൂബിനാ റളിയല്ലാഹു അൻകും വസുൻ ഈമാനനാ യാ അല്ലാഹ്. ഞങ്ങൾക്ക് സഹായം കൊണ്ടുവരുന്നവരായി ഞങ്ങൾ ആരെയും കാണുന്നില്ല. ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാണ്. അതിനാൽ നിങ്ങളായ നിങ്ങളോട് ഞങ്ങൾക്ക് താണുകേട് പറയാനുള്ളത് ഫസ്തഗ്ഫിറൂ ലിനാ റളിയല്ലാഹു, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് ഈ തിരൂരങ്ങാടിയിൽ കേന്ദ്രമാക്കി മഹാനവറുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ദർസ് നടത്തിയും ഒരുപാട് വിജ്ഞാനങ്ങൾ പ്രചരിപ്പിച്ചും പ്രവർത്തിച്ചപ്പോഴെല്ലാം അവിടുന്ന് അവലംബിച്ചത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ സഹാബത്തിനോടും അവിടുത്തെ അഹ്ലുകളുടെയും മനോദുരത്തിൽ ഉണ്ടാകുന്ന വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈൻ രചിക്കുമ്പോൾ സലാത്തൻ വസലാമൻ അഫൂസു ബിഹിമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാത്തും സലാമും അല്ലാഹു നൽകണം, നൽകട്ടെ. സലാത്ത് മുഖേന, ആ സലാമു മുഖേന ഞാൻ വിജയിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന മഹത്വം മുഖേന ഞാൻ വിജയിക്കും. മഹാനവറുകൾ വലിയ ഒരു ഗ്രന്ഥം, വളരെ മുതബറക്കായ ഫത്ഹുൽ മുഈൻ രചിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സലാത്ത് മുഖേന അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്ന മഹത്വം മുഖേന ഞാൻ വിജയിക്കും. വിജയത്തിന് നിദാനം കാണുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സാലിഹീങ്ങളെയും തന്നെയാണ്. അതേ മാർഗം അവലംബിച്ചുകൊണ്ട് സാലിഹീങ്ങളെ അവലംബിച്ച് ബദരീങ്ങളെ അവലംബിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുടെ ഉമ്മത്തിലെയും മുൻഗാമികളുമായ മഹാന്മാരെ അവലംബിച്ച് വിജയിക്കുക എന്ന സാലിഹീങ്ങളുടെ ചിന്തയിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട വിശ്വാസം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് അവറുകൾ ചെയ്തിരുന്നത്. അത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിഷയമാണ്. അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നവന്റെ കൂടെയാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ ബാപ്പു ഉസ്താദിനെ സ്നേഹിക്കുന്നു, നമ്മൾ അതുപോലെയുള്ള ആലിമീങ്ങളെ സ്നേഹിക്കുന്നു. അല്ലാഹുവേ, ആ സ്നേഹത്തിന്റെ പേരിൽ അവരോടുകൂടെ സാധുക്കളായ ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. വനവദ്ദുകും ഹഖ്ഖൻ ലഅല്ല വിദാദകും യുൻജി വയുദ്ഖിലുനാ ജിവാറ ജിനാനികും ബിശഫാഅത്തിൻ ഖദ് അദിന ഫീഹാ റബ്ബുകും ഫലഖദ് അതൈനാ ബാബകും റളിയല്ലാഹു അൻകും അനിൽ ആമാലനാ യാ അല്ലാഹ്. മഹാനായ മർഹൂം ബാപ്പു ഉസ്താദ് അവറുകൾ മഹാന്മാരായ അസ്ഹാബുൽ ബദറിനോട് നമുക്ക് വേണ്ടി നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്യാൻ
നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹുവിന്റെ റിളാ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹുവിനോട് അസ്ഹാബുൽ ബദറിനെ തവസ്സുലാക്കി ദുആ ചെയ്തു. വസുൻ ഈമാനനാ യാ അല്ലാഹ്, ഞങ്ങളുടെ ഈമാൻ നീ കാത്തു അത് പറഞ്ഞ ഉടനെ സൂക്ഷിക്കാൻ ഏറ്റവും അനിവാര്യമായ വിഷയം അൽമർഹബ, ഈമാനുള്ളവർക്ക് മാത്രം കടക്കാനുള്ളതാണ് സ്വർഗം. ഈമാനില്ലാത്ത ഒരൊറ്റ മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശനം ഇല്ല. അവൻ എത്ര വലിയ സൽക്കർമ്മം ചെയ്തവനാണെങ്കിലും ഈമാനുള്ളവനും മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. ആ ഈമാൻ മനുഷ്യന് ലഭ്യമായി മരിച്ചു സ്നേഹം, അതാണ് അടിത്തറ. അതുകൊണ്ട് തന്നെ വസുൻ ഈമാനന യാ അല്ലാഹ്, ഞങ്ങളെ ഈമാൻ സൂക്ഷിക്കണം അല്ലാഹ് എന്ന് ബദരീങ്ങളെ തവസ്സുലാക്കി പറഞ്ഞതിന് ശേഷം മഹാനായ ബാപ്പു ഉസ്താദ് അവറുകൾ എന്നോട് ബാപ്പു ഉസ്താദിനെ സംബന്ധിച്ച് ഇറങ്ങിയ ഒരു ചെറിയൊരു കൃതി ഞാൻ വായിച്ചു. വളരെ ചെറിയൊരു കൃതിയാണ്. ബാപ്പു ഉസ്താദിന്റെ മഹത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ചെറിയൊരു കൃതിയാണ്. അപ്പോ ആ കൃതിയിൽ ബഹുമാനപ്പെട്ട മർഹൂം ശൈഖ് മശായിഖിന ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഉസ്താദ് അവറുകളുടെ സമീപത്ത് ഒരാൾ മരണപ്പെട്ടപ്പോ ഉസ്താദ് അവറുകൾ ഇങ്ങനെ ബാപ്പു ഉസ്താദ് എഴുതിയ ഒരു മർസിയത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ, അതിങ്ങനെ ചൊല്ലി രസിച്ചുകൊണ്ടിരിക്കുമ്പോ വേറൊരു മർസിയത്ത് ഒരാൾ എഴുതിയത് ഒരാൾ കൊണ്ടുകൊടുത്ത വിവരം അതിൽ ഞാൻ വായിച്ചു. കൈ കെട്ടി വേറൊരു ഉസ്താദ് നോക്കിയിട്ട് ഒരു ഏറ് കൊടുത്തു. കാരണം അപ്പുസ്താദ് എഴുതിയ മർസിയത്തിന്റെ മുമ്പിൽ വെക്കാൻ പോലും അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഓക്കെ ഉസ്താദ് വെച്ച് ഏറ് കൊടുത്തു എന്ന് ഞാൻ ഇപ്പോ ഇവിടെ ഇരുന്നപ്പോ വായിച്ചതാണ്. ബാപ്പുസ്താദിന്റെ സാഹിത്യപരമായ കഴിവും അതുപോലെ ഇൽമും അവിടുത്തെ ഓരോ പദ്യങ്ങളിലും പ്രകടമായി കാണുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത്. ആദ്യമായി വസുൻ ഈമാനനായ അല്ലാഹ്, ഞങ്ങളെ ഈമാൻ നീ കാത്തു സൂക്ഷിക്കണം അല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ ആ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും അനിവാര്യമായ വിഷയം സ്നേഹമാണ്. അതുകൊണ്ട് വന്നബദ്ദുക്കും ഹഖ്ഖൽ ലഅല്ല വിദദകും യുൻജി വയുദ്ഖിലുനാ ജിവാറജികും. ഓ ബദരീകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് ഇങ്ങോട്ടും അസ്ഹാബുൽ ബദർ മുഴുവനും അതിൽ പെട്ടു. 5000-ഓളം മലക്കുകളും അതിൽ ഉൾപ്പെട്ടു. അവരെല്ലാം സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവരാണ് ബദരീകൾ എന്നതുപോലെ മലക്കുകളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവരാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകൾ. ആ മഹാന്മാരെ വിളിച്ചുകൊണ്ട് മഹാനവറുകൾ തവസ്സുലാക്കിയതിന് അവിടുന്ന് പറഞ്ഞതാണ് വനവദ്നുക്കും ഹഖ്ഖൽ ലഅല്ല വിദാദകും യുൻജി വയുദ്ഖിലുനാ ജിവാറജിനാനിക്കും. മനസ്സിലറിഞ്ഞുകൊണ്ട് വെറുതെ പോലീസിന് പറയുന്നതല്ല, വെറുതെ മനുഷ്യനെ പരിഹസിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മനസ്സിലൊന്ന് വെച്ച് കാപട്യം പറയുന്നതോ അല്ല. ഞങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിൽ യാഥാർത്ഥ്യമായി തന്നെ നിങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു. ലഅല്ല വിദാദകും യുൻജി വയുദ്ഖിലുനാ ജിവാറജിനാനിക്കും. നിങ്ങളോടുള്ള സ്നേഹം രക്ഷപ്പെടുത്തിയേക്കും. നിങ്ങൾ കടക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾക്കും കടക്കാൻ അവസരം കിട്ടിയേക്കും. ബിശഫാഅത്തിൻ ഖദ് അദീന ഫീഹാ റബ്ബുക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് അനുമതി നൽകിയ നിങ്ങളുടെ റെക്കമെൻഡ് ഉണ്ടല്ലോ, ആ റെക്കമെൻഡ് കൊണ്ട് ഞങ്ങളും നിങ്ങളെ സമീപത്തെത്തിയേക്കും. ഫലഖദ് അതൈന ബാബക്കും അല്ലാഹ് അൻകും അനിൽ ആമാലനാ അല്ലാഹ്. ഞങ്ങൾ നിങ്ങൾ
വന്നിരിക്കുകയാണ്. ഓ ബദരീങ്ങളെ, ഞങ്ങൾ നിങ്ങളെ വാതിൽക്കൽ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ റെക്കമെൻഡ്, നിങ്ങളുടെ അംഗീകാരം ലഭിക്കാൻ നിങ്ങളുടെ വാതിൽക്കൽ വന്നിരിക്കുകയാണ്. അല്ലാഹു നിങ്ങൾക്ക് അവന്റെ മഹത്വമേറിയ റിള നൽകട്ടെ. അനിൽ ആമാലന അല്ലാഹ്. തിരൂരങ്ങേടിയാണല്ലോ, അതുകൊണ്ട് സംശയം വേണ്ട. ഞാൻ ഒറ്റക്കാര്യം പറയുന്നു, ബദരീങ്ങളോട് പറഞ്ഞതിനാൽ അതബദ്ധമായി എന്നൊരു ധാരണ വേണ്ട. അതബദ്ധമല്ല. മഹാന്മാരോട് പറയുന്നത് അബദ്ധമല്ല. അവര് നന്മയുടെ, കാരുണ്യത്തിന്റെ, നന്മയുടെ നിമിത്തങ്ങളെന്ന നിലക്കാണ് ഏത് മഹാന്മാരെയും മുഅ്മിനീങ്ങളെ സമീപിക്കുന്നത്. കൊടുക്കുന്നവനും തടയുന്ന